പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇത്രയും വലിയ ആൾക്കാരുടെ മകളാണ് ഞാൻ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ദാറ്റ് ഇവർ ഭയങ്കര, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ, ഞാൻ മകളാണല്ലോ, ഞാൻ അങ്ങനെ ഒരിക്കലും എന്താ പറയുക വലിയ സ്റ്റാർസാണ്, ഞാൻ അവർ അങ്ങനെ ഒരു രീതി കാണണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പോകുമോ, എൻ്റെ പേരൻസ് ആരാന്നറിയോ, അങ്ങനത്തെ ഒരു ഇത് ഞാൻ ഇത് ഇന്നേ വരെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഞാൻ റിയലൈസ് നോക്കി ഇത് മൈറ്റ് ബി ഒരു അത്രയും വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം. പിന്നെയാണ് എനിക്ക് ഈ പ്രഷറിൻ്റെ കാര്യം എത്തി തുടങ്ങിയത് ലേറ്റർ ഓൺ. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയുക, വാട്ട് ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അവർ അത്രയും വലിയ ആൾക്കാരാണ്, ഞാൻ ഒരിക്കലും മാച്ചപ്പ് ചെയ്യാൻ പോകുന്നില്ല, കാരണം എല്ലാവരും എന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതും ഓ ഋഷിയുടെയും മനോജ് കെ ജിയുടെയും മകൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നതും. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടാവും. അപ്പോൾ പ്രഷർ ഇസ് വെരി റിയൽ. പക്ഷേ എന്നെ അങ്ങനെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുമില്ല, എന്നാൽ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ആൻസർ എനിക്കതിന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് തോട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഓക്കെ സിനിമയിൽ കയറാം എന്നുള്ള രീതിയിൽ. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ഞാൻ ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ എനിത്തിങ്, ഐ തിങ്ക് ഐ ക്യാൻ മേക്ക് മൈ സെൽഫ് ബെറ്റർ, റൈറ്റ്? അപ്പം ഇപ്പോൾ ആൾക്കാർ എന്താ പറയുക എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല, ഫസ്റ്റ് സിനിമയും കൂടിയാണ്. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. വൺസ് അഗൈൻ ക്വസ്റ്റ്യൻ, പ്രഷർ ഇസ് ഡെഫിനറ്റ്ലി ദെയർ. അതിപ്പോഴും ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു. എനിക്ക്